തൃശൂർ പൂരം ആരെങ്കിലും കലക്കിയോ? വിവാദങ്ങൾക്ക് വേണ്ടി പോർവിളിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയല്ല ഇത് പറയുന്നത്, സത്യമറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ്. രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂരത്തിന്റെ ആവേശത്തിൽ മതിമറന്നു നിന്ന കാലം. അതേസമയം തന്നെ തൃശൂരിൽ നടന്ന ആവേശപൂരം ഇപ്പോൾ വിവാദങ്ങളിൽപ്പെട്ട് വട്ടം കറങ്ങുകയാണ്. കാരണം കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് BJP സ്ഥാനാർത്ഥി ആദ്യമായി ജയിച്ചു കയറിയത് ഈ സമയത്താണ്. തൃശൂരിൽ BJP കൊടിനാട്ടിയ അന്നു മുതൽ ഇന്നും നിലയ്ക്കാത്ത വിവാദങ്ങൾ. തോറ്റ സ്ഥാനാർത്ഥികളും ജയിച്ച സ്ഥാനാർത്ഥിയും പലവിധ അവകാശവാദങ്ങളുടെയും ആരോപണങ്ങളുടെയും അമ്പുകൾ തുരുതുരാ തൊടുത്തുവിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അന്ന് ഏപ്രിൽ 19 തൃശൂർ പൂരത്തിന് പോലീസിന്റെ ഇടപെടൽ ഉണ്ടായത് ആരുടെയെങ്കിലും മാസ്റ്റർ പ്ലാൻ ആയിരുന്നു? അതാണ് ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത്. എന്തായിരുന്നു യഥാർത്ഥത്തിൽ തൃശൂർ പൂരത്തിന്റെ സാഹചര്യം? സാധാരണഗതിയിൽ എല്ലാ പൂരത്തിനും പല കൈവഴികളിലൂടെ ശക്തന്റെ തട്ടകത്തിലേക്ക് ജനക്കൂട്ടം ഒഴുകിയെത്തും. ഇത് മുന്നിൽ കണ്ട് തൃശൂർ ജില്ലയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മന്ത്രിമാരും MLA-മാരും സർക്കാർ സംവിധാനങ്ങളുമെല്ലാം ഒരുക്കങ്ങൾ ക്രമീകരിക്കും. പക്ഷേ ഇക്കഴിഞ്ഞ പൂരത്തിന് കഥ വേറെയായിരുന്നു. മാർച്ച് 28 കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചതോടെ സർക്കാർ സംവിധാനങ്ങളുടെ ഇടപെടൽ ഒരു കാര്യത്തിലും പാടില്ലെന്ന സ്ഥിതിയിലായി. മന്ത്രിമാരുടെയും രാഷ്ട്രീയക്കാരുടെയും ചെറിയ നാക്കുപിഴ പോലും വലിയ പെരുമാറ്റച്ചട്ട ലംഘനങ്ങളായി വ്യാഖ്യാനിക്കപ്പെടുന്ന കാലമായിരുന്നു. സർക്കാർ സംവിധാനങ്ങൾ അടിയന്തര കാര്യങ്ങളിലേക്ക് മാത്രമായി ചുരുങ്ങുകയും ചെയ്തു. തൃശൂർ പൂരത്തിന്റെ മുന്നൊരുക്കങ്ങൾ ആരംഭിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. പൂരത്തിനെത്തുന്ന ആനകളുടെ മുതൽ ആൾക്കൂട്ടത്തിന്റെ വരെ കാര്യത്തിൽ ചട്ടങ്ങൾ നിരത്തുന്ന ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ പൂരം ഒരുക്കി പരിചയമുള്ള, അതായത് പ്രായോഗിക ബുദ്ധിയുടെ പഴുതുകൾ നിർദ്ദേശിച്ചിരുന്ന പരിണിത പ്രജ്ഞരെന്ന് പറയാവുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഇല്ലായിരുന്നു. പൂരം ചർച്ചയും നടത്തിപ്പും തിരുവമ്പാടി പാറമേക്ക ദേവസ്വങ്ങളിലേക്കും കലക്ടർ മുതൽ കമ്മീഷണർ വരെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഇടയിലേക്ക് ചുരുങ്ങുകയായിരുന്നു. അതിൽ തന്നെ പൂരത്തിന്റെ പ്രധാന നടത്തിപ്പുകാരായ തിരുവമ്പാടിയുടെയും പാറമേക്കാവ് ദേവസ്വത്തിന്റെയും ചുമതലക്കാർ പറയുന്ന വാക്കുകൾ ജനം വളരെ ശ്രദ്ധയോടെ മുഖവിലേക്കെടുക്കുകയും ചെയ്തു. പൂരം പ്രദർശനത്തിന്റെ തറവാടക മുതൽ കൊച്ചിൻ ദേവസ്വം ബോർഡുമായുള്ള തർക്കത്തിലായിരുന്നു തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. ഹൈക്കോടതിയുടെ തീരുമാനത്തിന് വിധേയമെന്ന് ദേവസ്വം വ്യക്തമാക്കിയപ്പോൾ കോടികളുടെ തറവാടക നൽകാൻ കഴിയില്ലെന്ന് തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളും നിലപാടെടുത്തു. നിലവിലുള്ള ധാരണ പ്രകാരം തൃശൂർ പൂരം നടത്തണമെന്നും മറ്റു കാര്യങ്ങൾ പൂരത്തിന് ശേഷം ചർച്ച ചെയ്യാമെന്നുമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശം ദേവസ്വങ്ങൾ സ്വാഗതം ചെയ്യുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പുള്ള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഉദ്യോഗസ്ഥർക്കുള്ള വ്യക്തമായ സൂചനയായിരുന്നു. തൊട്ടുപിന്നാലെ ആന എഴുന്നള്ളിക്കലിന് കർശന നിയന്ത്രണവുമായി ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായി. വനം വകുപ്പിന്റെ നിയന്ത്രണങ്ങൾ പാലിക്കണമെന്നും വീഴ്ചയുണ്ടായാൽ ഉദ്യോഗസ്ഥർ മറുപടി പറയണമെന്നും കോടതി വ്യക്തമാക്കി. മുഴുവൻ ആനകളുടെയും പട്ടിക നൽകണമെന്നും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. കോടതി നിയമിച്ച അമിക്കസ് ക്യൂറിയും ആനകളെ പരിശോധിക്കണം. മതപ്പാടുള്ള ആനകളെ പങ്കെടുപ്പിക്കരുതെന്നും അനിഷ്ട സംഭവങ്ങളുണ്ടായാൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാകും ഉത്തരവാദിയെന്നും കർശന നിലപാട് കോടതിയെടുത്തു. ഇതിനു പിന്നാലെ ആനകളും ജനങ്ങൾക്കും ഇടയിലുള്ള ദൂരം 50 മീറ്ററാക്കണമെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിറക്കി. ആനകളുടെ അടുത്ത് മേളക്കാരും പാടില്ലെന്ന് ഉത്തരവിൽ പറഞ്ഞിരുന്നു. 10,000-കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന പൂരത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഹൈക്കോടതി നിർദ്ദേശങ്ങളുടെ ഭാഗമാണ് ഇതെന്നായിരുന്നു വിശദീകരണം. എന്നാൽ ഇത് പ്രായോഗികമല്ലെന്ന് പറഞ്ഞ് ആനയുടമകളും ദേവസ്വങ്ങളും മാത്രമല്ല വനം മന്ത്രി വരെ രംഗത്തെത്തി. വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് തിരുത്താൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. പൂരത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് ആനയ്ക്ക് ചുറ്റുമുള്ള ദൂരം 6 മീറ്ററാക്കാൻ കോടതിയും നിർദ്ദേശം നൽകി. ഈ പരിധിയിൽ മേളങ്ങളും തീവട്ടികളും പാടില്ലെന്നും കുടമാറ്റത്തിന് നിയന്ത്രണം ബാധകമല്ലെന്നും കോടതി വ്യക്തമാക്കിയെങ്കിലും പ്രതിസന്ധി ഒഴിഞ്ഞു എന്നതാണ് വാസ്തവം. പക്ഷേ അപ്പോഴും ആനകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉറപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചു. ഫിറ്റ്നസ് പരിശോധന നിരീക്ഷിക്കാൻ 2 അഭിഭാഷകരെയും നിയോഗിച്ചു. പൂരത്തിന്റെ തലേ ദിവസമായ 18 തൃശൂരിലെത്തി ഫിറ്റ്നസ് പരിശോധന പൂർണ്ണമായും നിരീക്ഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു ഇവർക്കുള്ള നിർദ്ദേശം. ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് പ്രാഥമിക പരിഗണനയെന്നും കോടതി വ്യക്തമാക്കി. തൃശൂർ പൂരത്തിന് മുമ്പ് നടന്ന ആറാട്ടുപുഴ തറക്കൽ പൂരത്തിന് ആനകൾ കൊമ്പുകോർത്തതും ജനങ്ങൾക്കിടയിലൂടെ ഓടിയതും വലിയ വിവാദമായിരുന്നു. അതിനു മുമ്പും ശേഷവുമായി ഉത്സവങ്ങൾക്കിടെ ആനകൾ തുരുതുര ഇടഞ്ഞു. ഈ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ
പതിനായിരങ്ങൾ എത്തുന്ന തൃശൂർ പൂരത്തിന്റെ കാര്യം കൂടുതൽ കർക്കശമായി. തൊട്ടു പിന്നാലെയായിരുന്നു കേന്ദ്ര ഏജൻസിയായ പെസോയുടെ മാനദണ്ഡമെന്ന കുറിപ്പ്. വെടിക്കെട്ട് നടക്കുന്ന ഫയർ ലൈനിൽ നിന്ന് 100 മീറ്റർ അകലെ ബാരിക്കേഡ് വെക്കണമെന്ന പെസോ കർശന നിർദ്ദേശം നൽകി. പക്ഷേ ജനങ്ങളെ നിയന്ത്രിക്കാനുള്ള ബാരിക്കേഡ് എപ്പോൾ വെക്കണമെന്ന് അന്ന് ആരും ചിന്തിച്ചില്ല. സാധാരണ അർദ്ധരാത്രിക്ക് ശേഷമാണ് പോലീസ് കാണികളെ സ്വരാജ് റൗണ്ടിൽ നിന്ന് മാറ്റുക. മുൻ വർഷങ്ങളിൽ ഇത് പതിവുള്ളതിനാൽ ഇക്കുറിയും ആരും പ്രതിഷേധിക്കാൻ ഇടയില്ലായിരുന്നു. പതിവ് പോലെ പൂരം ദിവസം പുലർന്നു. ഹൈക്കോടതിയും പെസോയും ജില്ലാ ഭരണകൂടവും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെയും ഒക്കെ കർശന നിർദ്ദേശങ്ങളായിരുന്നു അപ്പോൾ പോലീസിന്റെ തലയ്ക്ക് മുകളിൽ. ആനകളുടെ ഫിറ്റ്നസ് അപ്പോൾ പരിശോധിക്കാനും കമ്മീഷണർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് കോടതിയുടെ അനുമതി ഉണ്ടായിരുന്നു. ഇവർ ആവശ്യപ്പെടുന്ന വർഷം ബന്ധപ്പെട്ടവർ അത് കാണിക്കണം. തെരഞ്ഞെടുപ്പ് പ്രചാരണവും വിജ്ഞാപനവും പെരുമാറ്റച്ചട്ടവും തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ ജില്ലയിലെ മന്ത്രിമാർക്കോ MLA-മാർക്കോ ഇതിലൊന്നും റോളില്ലാതായി. വാക്കാൽ എന്തെങ്കിലും നിർദ്ദേശിക്കാമെന്നല്ലാതെ പൊതുവായ കർശന നിർദ്ദേശങ്ങൾക്ക് അവസരം ഉണ്ടായിരുന്നില്ല. അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന്റെ നേതൃത്വത്തിലായിരുന്നു എല്ലാ നിയന്ത്രണവും. പക്ഷേ തുടക്കം മുതൽ പാളി. ആദ്യമായി സ്വരാജ് റൗണ്ടിൽ കണിമംഗലം ശാസ്താവ് എത്തുമ്പോൾ നിറയെ വാഹനങ്ങൾ. സാധാരണ ഈ സമയം റൗണ്ടിലേക്കുള്ള 16 വഴികളിലെയും ഗതാഗതം നിരോധിക്കാറുണ്ട്. എന്നാൽ എഴുന്നള്ളിപ്പിന്റെ സമയത്ത് റൗണ്ടിലൂടെ ബസ്സുകൾ നിരനിരയായി നീങ്ങുന്നതാണ് കാണാൻ കഴിഞ്ഞത്. പൂരത്തിലെ ആദ്യ പോലീസ് വീഴ്ച ഇതായിരുന്നു. തെക്കേ ഗോപുരം വഴി അകത്തു കടന്നപ്പോൾ ആനയ്ക്ക് നടക്കാൻ കഴിയാത്ത വിധം ബാരിക്കേഡുകൾ ഉണ്ടായിരുന്നു. ഇത് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇടപെട്ട് നീക്കം ചെയ്യുകയായിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണറുടെ അനുഭവ സമ്പത്തില്ലായ്മ വെളിപ്പെട്ടതും അപ്പോഴാണ്. മുൻ പരിചയമില്ലെങ്കിൽ വഴികാട്ടാൻ മികച്ച ഉദ്യോഗസ്ഥരെ കണ്ടെത്താൻ കമ്മീഷണർമാർ ശ്രദ്ധിക്കാറുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് DYSP-മാരാണ് ഇതിന് സഹായിക്കുക. അത്തരം ഉദ്യോഗസ്ഥരും കമ്മീഷണർക്കൊപ്പം ഉണ്ടായിരുന്നില്ല. വടക്കുന്നാഥ ക്ഷേത്രത്തിന് ചുറ്റും ചിലന്തി വല പോലെ ചിതറിക്കിടക്കുന്ന ഊടുവഴികളടക്കം പോലീസ് അടച്ചുകെട്ടി. കടകൾക്കിടയിലൂടെയുള്ള ചെറിയ വഴികൾ പോലും ബാരിക്കേഡ് വന്നു. അവിടെയെല്ലാം കാവലിന് പോലീസുകാരും. ക്ഷേത്രത്തിലേക്ക് എണ്ണ കൊണ്ടുപോയ ഉദ്യോഗസ്ഥരെയും ആനയ്ക്ക് പട്ട കൊണ്ടുപോയവരെയും പോലീസ് തടഞ്ഞു. എങ്കിലും കുടമാറ്റം കഴിഞ്ഞപ്പോൾ ദേവസ്വം ഭാരവാഹികളിൽ ചിലർ പോലീസിനെ അഭിനന്ദിച്ചിരുന്നു. അതുവരെ നടന്നത് അധികമാരും അറിഞ്ഞിരുന്നില്ല. പൂരം ഗംഭീരമായി നടക്കുന്നു എന്ന പ്രതീതിയായിരുന്നു. രാത്രി പോലീസ് കൂടുതൽ കർക്കശമായി. ഇതിൽ കമ്മീഷണറും ഇടപെട്ടില്ല. സ്വരാജ് റൗണ്ടിൽ അനുഭവ പരിചയമുള്ള ഉദ്യോഗസ്ഥർ ഇല്ലാതെ വന്നതോടെ രാത്രി പൂരങ്ങളും പ്രതിസന്ധിയിലായി. തിരുവമ്പാടിയുടെ എഴുന്നള്ളിപ്പ് ബാരിക്കേഡ് കെട്ടി ഒരാനയ്ക്ക് പോകാവുന്ന വിധത്തിൽ നിയന്ത്രിച്ചതോടെ തർക്കമായി. പക്ഷേ പാറമേക്കാവിന്റെ എഴുന്നള്ളിപ്പ് സുഗമമായി പോകാൻ അവിടെയുള്ള DYSP PKG സുരേഷ് ശ്രദ്ധിച്ചു. അവിടെ എതിർപ്പുകളും ഉണ്ടായില്ല. പക്ഷേ തിരുവമ്പാടിക്കാർ വൈകാരികമായാണ് പ്രതികരിച്ചത്. പൂരപ്പന്തലിലെ ലൈറ്റുകൾ അണച്ചു. വെടിക്കെട്ടുകൾ നടത്തുന്നില്ലെന്നും കാണികളോട് പിരിഞ്ഞു പോയിക്കൊള്ളാനും അർദ്ധരാത്രി ദേവസ്വം സെക്രട്ടറി ഗിരീഷും പ്രസിഡന്റ് സുന്ദർ മേനോനും പറഞ്ഞു. അപ്പോഴൊക്കെ പൂരം ചടങ്ങുകളും വെടിക്കെട്ടും നടത്താനായിരുന്നു പാറമേക്കാവിന്റെ തീരുമാനം. വിവാദങ്ങൾ അവരെ ഏശിയതേയില്ല. പിന്നീട് മാരത്തോൺ ചർച്ചകൾ. ഇതിനിടയിൽ പകൽ നടന്ന പൂരത്തിന്റെ ചടങ്ങുകളിൽ സാന്നിധ്യം പോലും ഉണ്ടായിരുന്നില്ലാത്ത BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി സേവാഭാരതിയുടെ ആംബുലൻസിൽ കുതിച്ചെത്തി. ഇതെന്തിനായിരുന്നു എന്ന് ഇന്നും ആർക്കും അറിയില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉള്ളതിനാൽ അദ്ദേഹത്തിനും നിയന്ത്രണമുള്ളത് അറിയാത്ത ആളല്ല സുരേഷ് ഗോപി. അതുവരെ പോലീസിന്റെ നിയന്ത്രണങ്ങൾ എന്ന് വ്യക്തമായി പറഞ്ഞിരുന്നവർ പൂരം കലക്കിയത് സർക്കാരിന്റെ ഗൂഢാലോചനയാണെന്ന് വരെ പറഞ്ഞു തുടങ്ങി. മന്ത്രിമാർക്ക് ഇടപെടാൻ പരിമിതി ഉണ്ടായിട്ടും അവർ ഇടപെട്ടില്ലെന്ന വാർത്തകളുണ്ടായി. അവസാനം വെടിക്കെട്ട് നടത്താമെന്ന് തീരുമാനമായി. പക്ഷേ അപ്പോഴേക്കും തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളുടെ കുത്തൊഴുക്ക് തുടങ്ങിയിരുന്നു. സർക്കാർ ഇടപെടൽ ഇല്ലാത്ത സമയത്ത് പൂരം അട്ടിമറിക്കാൻ സർക്കാർ നീക്കം നടത്തിയെന്ന് BJP-യും കോൺഗ്രസും ഒരേ സ്വരത്തിൽ പറഞ്ഞുവെങ്കിലും ആദ്യഘട്ടത്തിൽ ഉത്തരവാദിത്തം പോലീസിന്റെ ചുമലിൽ തന്നെയായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം സംഭവിച്ചതെന്ത്? തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് 74,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ വിജയം. സിറ്റിംഗ് MP TN പ്രതാപൻ 2019 പിടിച്ചെടുത്ത വോട്ടിനൊപ്പമെത്തുന്ന ഭൂരിപക്ഷം. പക്ഷേ പ്രതാപന് പകരം കളത്തിലിറങ്ങിയ K മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് പോയി. പത്മജ വേണുഗോപാൽ അപ്രതീക്ഷിതമായി BJP-യിലേക്ക് പോയതോടെയാണ് വടകരയിൽ നിന്ന് മുരളിയെ ഇറക്കിയത്. എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചിട്ടും LDF-ന്റെ VS സുനിൽകുമാർ രണ്ടാമതായി. BJP ജയിച്ചതോടെ ആരുടെ വോട്ടാണ് മറിഞ്ഞതെന്ന ചർച്ച സജീവമായി. കരുവന്നൂർ കേസിലെ പ്രത്യുപകാരം എന്നായിരുന്നു VD സതീശന്റെ ആദ്യ പ്രതികരണം. പക്ഷേ UDF-ന് കുറഞ്ഞ 90,000 വോട്ടുകൾ എവിടെ പോയെന്ന് വ്യക്തമാക്കണമെന്ന് CPI നേതാവും മന്ത്രിയുമായ K രാജന്റെ പ്രതികരണം.
മറ്റു സ്ഥലങ്ങളിൽ UDF-നുണ്ടായ ട്രെൻഡ് തൃശൂരിൽ എന്തുകൊണ്ടുണ്ടായില്ല എന്ന് സ്ഥാനാർത്ഥി വ്യക്തമാക്കണമെന്ന് VS സുനിൽകുമാറും ആവശ്യപ്പെട്ടു. പുതുതായി ചേർത്ത വോട്ടുകളും സുരേഷ് ഗോപി നടത്തിയ മുന്നൊരുക്കങ്ങളും അക്കമിട്ട് നിർത്തി BJPയും രംഗത്തു വന്നു. പക്ഷേ അപ്പോഴൊന്നും ഇല്ലാതിരുന്ന തൃശൂർ പൂരം ഗൂഢാലോചന ഉയർന്നു വന്നത് എപ്പോഴാണ്? പൂരം പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് തൃശൂരിലെ മാധ്യമപ്രവർത്തകരും ദേവസ്വവും നൽകിയ പരാതിയെ തുടർന്ന് ഏപ്രിൽ 21-ന് മുഖ്യമന്ത്രി DGPയോട് അന്വേഷണത്തിന് ഉത്തരവിട്ടു. പൂരത്തിനിടെ പോലീസ് നടത്തിയ കർശന ഇടപെടലിന് എതിരെ മാത്രമായിരുന്നു പത്രപ്രവർത്തക യൂണിയൻ പരാതി നൽകിയത്. പൂരം പ്രതിസന്ധിയിലാക്കാൻ RSS BJP ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് LDFും ആവശ്യപ്പെട്ടു. ആദ്യം തൃശൂർ മേയർ MK വർഗീസിന്റെയും സുരേഷ് ഗോപിയുടെയും ചങ്ങാത്തത്തിനെതിരെയാണ് VS സുനിൽകുമാർ രംഗത്ത് വന്നതെങ്കിൽ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ച് ഏറെ കഴിയും മുമ്പ് കുന്തമുന പൂരം അട്ടിമറിയെ എന്ന നിലയിലേക്ക് മാറി. മുരളീധരന്റെ തോൽവിയിൽ തകർന്നുപോയ കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിനും ഒരു കാരണം ആവശ്യമായിരുന്നു. TN പ്രതാപനും ജില്ലാ പ്രസിഡന്റ് ജോസ് വള്ളൂരിനും MB വിൻസെന്റിനുമെതിരെ രൂക്ഷമായ പ്രതികരണമാണ് മുരളിപക്ഷത്തെ ജില്ലാ നേതാക്കൾ ഉയർത്തിയത്. മുരളി ജയിച്ചാൽ അത് ഭാഗ്യമെന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് ഫലം വരും മുമ്പേ തന്നെ അവർ പ്രചാരണവും നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് ഫണ്ട് പോലും കൃത്യമായി വിതരണം ചെയ്തില്ലെന്നായിരുന്നു ആരോപണം. തുടർന്നുണ്ടായ രാഷ്ട്രീയ കോളിളക്കത്തിൽ ജോസ് വള്ളൂരിന് രാജിവെക്കേണ്ടി വന്നു. പ്രചാരണത്തിന്റെ ചുമതലയുണ്ടായിരുന്ന TN പ്രതാപൻ പ്രതികരണങ്ങളിൽ നിന്ന് ഒളിച്ചോടി. K മുരളീധരനും രൂക്ഷമായി രംഗത്ത് വന്നു. BJPയിൽ പോയ അദ്ദേഹത്തിന്റെ സഹോദരി പത്മജ വേണുഗോപാലും BJP നേതാക്കൾക്കുമൊപ്പവും മുരളി മന്ദിരത്തിൽ വാർത്താ സമ്മേളനം നടത്തി. അന്നൊന്നും പൂരം പ്രതിസന്ധി തോൽവിക്ക് കാരണമായി ആരും ഉയർത്തിയില്ല. മാസങ്ങൾക്ക് ശേഷം വിവാദങ്ങൾക്ക് ചൂടുപകർന്ന് PV അൻവർ MLA ADGP MR അജിത് കുമാറിനെതിരെ രംഗത്ത് വന്നു. ADGP BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും തൃശൂർ പൂരത്തിൽ ഇടപെടൽ നടത്തിയെന്നുമായിരുന്നു വിവാദം. പൂരം നടക്കുമ്പോൾ അദ്ദേഹം തൃശൂരിൽ ഉണ്ടായിരുന്നെന്നും പൂരത്തിനു മുമ്പുള്ള മീറ്റിംഗിൽ പങ്കെടുത്തെന്നും വാർത്തകൾ പുറത്തുവന്നു. അതിനുശേഷമാണ് മുകളിൽ നിന്നുള്ള നിർദ്ദേശമെന്ന നിലയിൽ പൂരം നിയന്ത്രണം കടുപ്പിച്ചതെന്നും ആരോപണങ്ങൾ വന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണത്തിന്റെ ചുമതല ADGPക്കായതും വിവാദമായി. എന്നാൽ മൊഴി കൊടുത്ത ദേവസ്വം ഭാരവാഹികളും മറ്റുള്ളവരുമൊന്നും ആദ്യഘട്ടത്തിൽ ADGPക്കെതിരെ രംഗത്തു വന്നില്ല. SP-യുടെ മുകളിൽ DIGയും അതിനു മുകളിൽ IG-യും ഉള്ളപ്പോൾ താൻ ഇടപെടുന്നത് ശരിയല്ലെന്നും മൂകാംബികയ്ക്ക് പോകാനുള്ള ഉദ്ദേശത്തിലാണ് തൃശ്ശൂരിലെത്തിയത് എന്നുമാണ് സൗഹൃദ സംഭാഷണത്തിൽ പോലും ADGP പറഞ്ഞത്. കീഴെയുള്ള ഉദ്യോഗസ്ഥർ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാതെ താൻ കയറി ഇടപെട്ടാൽ ഇക്കാര്യത്തിൽ ചോദ്യം വരുമെന്നും അതിന് തനിക്ക് മറുപടി ഉണ്ടാകില്ലെന്നുമാണ് അന്ന് പറഞ്ഞത്. പിന്നെ ആരാണ് പൂരം പ്രതിസന്ധിയിലാക്കിയത്? പോലീസിന്റെ നിയന്ത്രണങ്ങളോടുള്ള അതിവൈകാരിക പ്രകടനം മാത്രമാണ് അന്ന് കണ്ടതെന്ന് പൂരത്തിന് സാക്ഷിയായവർക്ക് വ്യക്തമാവും. തിരുവമ്പാടി വിഭാഗം വെടിക്കെട്ട് നടത്തില്ലെന്ന് ജനക്കൂട്ടത്തിനു മുമ്പിൽ പ്രഖ്യാപിച്ചപ്പോൾ മണിക്കൂറുകൾ കാത്തുനിന്നവർ പ്രതിഷേധിക്കുകയാണ് ആദ്യമുണ്ടായത്. പന്തലിലെ ലൈറ്റുകൾ അണച്ചും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചും പോലീസിനെതിരെ നടത്തിയ വൈകാരിക നീക്കം പിന്നീട് കൈവിട്ടു പോയെന്ന് വേണം പറയാൻ. ഈ സമയത്ത് പാറമേക്കാവിന്റെ ആളുകളോ എന്തിന് സ്ഥലത്തെത്തിയ BJP സ്ഥാനാർത്ഥി പോലും പ്രതികരിച്ചില്ല. അവർ സംയമനത്തോടെയാണ് കാര്യങ്ങൾ നേരിട്ടത്. ലോകം കൗതുകത്തോടെ കാത്തിരിക്കുന്ന പൂരങ്ങളുടെ പൂരമാണ് നടത്തുന്നതെന്ന് ഉത്തരവാദിത്ത ബോധമുള്ളവർ മനസ്സിലാക്കി പക്വതയോടെ ഇടപെട്ടു. ചർച്ചകൾ വിജയമായി. വെടിക്കെട്ടും പകൽപൂരവും നടത്താൻ തീരുമാനമായി. ബാരിക്കേഡുകളില്ലാതെ പകൽപൂരവും പകൽ വെടിക്കെട്ടും നടന്നു. പതിവിന് വിരുദ്ധമായി ആളുകൾ സ്വരാജ് റൗണ്ടിൽ നിന്നാണ് പകൽ വെടിക്കെട്ട് കണ്ടത്. കാര്യങ്ങൾക്കെല്ലാം ശുഭപര്യവസാനം. പൂരത്തെ ആരവങ്ങളോടെ നെഞ്ചിലേറ്റുന്ന ജനലക്ഷങ്ങളെ കൂടിയാണ് നിങ്ങൾ പരിഹസിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞാൽ നന്ദി. മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലെ ഊഹാപോഹങ്ങൾ മാത്രമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. സർക്കാർ മുക്കിയാൽ പോലും ഒറ്റ വിവരാവകാശ രേഖയിലൂടെ അത് പുറത്തെത്തിക്കാൻ കഴിയും. സംശയങ്ങളുണ്ടെങ്കിൽ കൂടുതൽ വിശ്വസനീയമായ ഏജൻസികൾ അന്വേഷണത്തിന് വരട്ടെ. അതിനുള്ള ക്ഷമയാണ് ഈ നാട് ഇന്ന് ആവശ്യപ്പെടുന്നത്.